പാലക്കാടേക്ക് പോകുന്നു. അവിടെ ആനയെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന വിശദവിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. വിശദാംശങ്ങൾ ഗൂഗിളിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ആനയുടെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പാലക്കാട് പുതുശ്ശേരിയിലാണ്. ജനവാസ മേഖലയിൽ കുറച്ച് ദിവസമായി ഈ ആന ശല്യം ഉണ്ടാക്കുന്നുണ്ട്. അതേ തുടർന്ന് അതിനെ തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങൾ നാട്ടുകാരും വനം വകുപ്പും അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിച്ച് ഓടിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ആന പോയില്ല. കുങ്കി ആനയെ കൊണ്ടുവന്നിട്ടുണ്ട്. നിലവിൽ അതിനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. ഗോകുൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, പടക്കം പൊട്ടിച്ച് തുരത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നിലവിൽ തുടരുന്നത്, അല്ലേ? ഇപ്പോൾ കുങ്കി അപ്പുറത്തെ ഭാഗത്തുണ്ട്. ഇപ്പോൾ ആ പടക്കം പൊട്ടിച്ച് ആ ഭാഗത്തേക്ക് ആനയെ കൊണ്ടുവരികയാണ്. അതിന്റെ നിർണായക ദൃശ്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ വലിയൊരു സംഘം പിന്നാലെ കൂടി പടക്കം എറിഞ്ഞുകൊണ്ട് ആനയെ കാടിന്റെ മറ്റൊരു വശത്തേക്ക് തുരത്തുകയാണ്. അതിനപ്പുറത്ത് കുങ്കിയുണ്ട്. കുങ്കി ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് വീണ്ടും ആനയെ വിരട്ടി ഇത്തരത്തിൽ ആ കാടിനകത്തേക്ക് കയറ്റാമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ വനംവകുപ്പിന്റെ ഒരു സംഘമുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കണ്ടതാണ്. ആനയെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിച്ചു. ഇനി കാടിനകത്തേക്ക് കയറ്റാനുള്ള ദൗത്യമാണ്. അതിന് കുങ്കിയാനകളുടെ സഹായമുണ്ട്. അത്തരത്തിൽ ആനയെ ഇപ്പോൾ പടക്കം പൊട്ടിച്ച് കയറ്റുന്നതിനുള്ള ജോലികൾ തീർക്കുകയാണ്. ജനവാസ മേഖലയിൽ ഒരാഴ്ച മുൻപാണ് ഈ ആന എത്തിയത്. വലിയ രീതിയിൽ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന രീതിയിൽ, ആളുകളെ ശല്യം ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ ആന ഉണ്ടായിരുന്നു. അതിനിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ ഈ ആനയെ കാട്ടിലേക്ക് കയറ്റാൻ, കുങ്കിയാനകളുടെ സഹായം ഉപയോഗിച്ച് കാട്ടിലേക്ക് കയറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനം വകുപ്പ് എത്തുന്നത്. അങ്ങനെ കുങ്കിയാനകൾ ധോണിയിൽ നിന്നുള്ള അഗസ്റ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നു. അഗസ്റ്റിൻ ആ കാടിന്റെ ആ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആനയെ പടക്കമെറിഞ്ഞ് കാടിന്റെ ആ കുങ്കിയാന നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഓടിച്ചിട്ടുള്ളത്. വനം വകുപ്പ് പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെ പല സ്ഥലത്ത് തമ്പടിച്ചുകൊണ്ട് പടക്കമെറിഞ്ഞുകൊണ്ടാണ് ഈ ആനയെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം അവിടെ വച്ച് ഇത്തരത്തിൽ കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ കാടിനകത്തേക്ക് കൂടുതൽ ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമമാണുള്ളത്. ഇതിനപ്പുറത്ത് റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ റെയിൽവേ ട്രാക്ക് കഴിഞ്ഞ് കടത്തിവിട്ടാണ് അപ്പുറത്തേക്ക് വനമേഖലയുള്ളത്. ഏകദേശം ഒരു 3 കിലോമീറ്ററിനടുത്ത് വരുന്നൊരു ദൂരമുണ്ട്. ആ ദൂരത്തേക്ക് ആനയെ എത്തിക്കണം. അവിടെ വച്ച് ഇനി കാടിനകത്തേക്ക് ആനയെ കയറ്റണം, ഉൾക്കാട്ടിനകത്തേക്ക് കയറ്റണം. അപ്പോൾ മാത്രമാണ് ദൗത്യം പൂർത്തിയാവുക. ഇപ്പോൾ വനം വകുപ്പിന്റെ വലിയൊരു സംഘമുണ്ട്. അവർ ഇപ്പോൾ ആനയെ ആ പ്രദേശത്തേക്ക്, അവിടെ ഒരു കാടുണ്ട്, ചെറിയൊരു കാടുണ്ട്, ആ മേഖലയിലേക്ക് ആനയെ എത്തിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്ത് ആ ഭാഗത്താണ് കുങ്കിയെ നേരത്തെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കുങ്കിയുടെ സഹായം ഉപയോഗിച്ച് ആനയെ ഇനി കൂടുതൽ ഉൾക്കാട്ടിലേക്ക് എത്തിക്കാനാണ് വനം വകുപ്പ് ശ്രമിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. പടക്കം എറിഞ്ഞുകൊണ്ടാണ് ആനയെ അവിടേക്ക് എത്തിച്ചത്.